കോഴിക്കോട് പയ്യാനക്കലിൽ ജിംനേഷ്യത്തിന്റെ മറവിൽ ലഹരിമരുന്ന് ഇടപാട് നടത്തിയവർ പിടിയിൽ. പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ബാക്ക് ടു ഫിറ്റ് ജിമ്മിൽ വർക്കൌട്ടിന് എത്തുന്നവർക്കായി MDMA വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസങ്ങളായി ജിംനേഷ്യം നിരീക്ഷണത്തിലായിരുന്നു. കോഴിക്കോട് സ്വദേശികളായ ജംഷീർ, ഇജാസ്, അർഷാദ് എന്നിവരെയാണ് പോലീസ് സംഘം ഇന്ന് രാവിലെ സാഹസികമായി കീഴടക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, വലിയൊരു ലഹരി വേട്ടയാണ് കോഴിക്കോട് പയ്യാനക്കലിൽ നടന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇത്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ 7 മണിയോടെയാണ് പയ്യാനക്കൽ കപ്പക്കൽ റോഡിലുള്ള ഈ ബാക്ക് ടു ഫിറ്റ് എന്നുള്ള ജിംനേഷ്യത്തിൽ പരിശോധന നടത്തിയത്. ഡെൻസാഫും പന്നിയങ്കര പോലീസും സംയുക്തമായാണ് ഒരു പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും ജിം ട്രെയിനർ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. 250 ഗ്രാം MDMAയും 50 ഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവർ പോലീസിനെ കണ്ട ഉടൻ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. MDMA വിറ്റ് കിട്ടിയ പണം ഇവരുടെ കൈവശമുണ്ടായിരുന്നു. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഇവരിത് വെള്ളത്തിലേക്ക് ഇടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. പിന്നീടാണ് പോലീസ് ഇവരെ കീഴ്പ്പെടുത്തിയത്. ഒപ്പം തന്നെ 2 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ജിമ്മാണ്. ഇവിടെ 200ഓളം ആളുകൾ ഇവിടെ പരിശീലനത്തെത്തുന്നുണ്ട്. ഇതിനിടെ നാട്ടുകാരാണ് ഇത്തരം ഒരു രഹസ്യ വിവരം നൽകിയത്. വൈകി ഉൾപ്പെടെ എത്തുന്ന ആളുകൾ സംശയം പ്രകടിപ്പിക്കുകയും ഇവിടെ ഇത്തരത്തിൽ ലഹരി ഇടപാട് നടക്കുന്നു എന്നുള്ളൊരു സംശയം നാട്ടുകാരാണ് ഡെൻസാഫിന് നൽകിയിരുന്നത്. തുടർന്ന് ഇവർ ഇന്ന് പുലർച്ചയോടെ തന്നെ ഈ സ്ഥാപനത്തിന് ചുറ്റും പോലീസ് എത്തുകയും ഇവരെ നിരീക്ഷിക്കുകയും ഈ സമയത്ത് തന്നെ ഇവർ ജിം ഓപ്പൺ ആയിരുന്നു. ഈ സമയത്ത് ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇവിടെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയും ഇവരുടെ കയ്യിൽ നിന്നും MDMAയും അതുപോലെ തന്നെ കഞ്ചാവും പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇവർ പറയുന്നത്, ജിം ട്രെയിനറായ ആൾ പറയുന്നത് തങ്ങൾക്ക് ഇത് അറിയില്ല, മറ്റുള്ളവരായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ബേപ്പൂർ, ഫറൂഖ് സ്വദേശികളാണ് ഈ 3 പേരും. ഇവർക്ക് പിന്നിൽ വൻ ലഹരി ശൃംഖലയുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്ന് പന്നിയങ്കര പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാണ് ഇത്തരം ഒരു വൻ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏറെ നാളായി ഈ ഒരു ജിം ഡെൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മായ. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജിംനേഷ്യത്തിന്റെ മറവിൽ വൻ ലഹരി വേട്ടയാണ് നടന്നത്.